നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കി ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കൂടുന്നു. 12 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 4 പേർക്ക് H1N1 പിടിപെട്ടു. രാജ്യത്ത് കന്നുകാലി കശാപ്പ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിനെതിരെ നിയമവശങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. സർക്കാർ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന് ഒരുങ്ങുമ്പോഴും ഇടുക്കിയിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനി. റംസാൻ മാസത്തെ വരവേറ്റ് നാടും നഗരവും. ഭക്തിയുടെ നിറവിൽ ഇസ്ലാം വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക നോമ്പ് നിസ്കാരങ്ങൾ. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കൂടുന്നു. ഡെങ്കിപ്പനി ബാധിതരെന്ന് സംശയമുള്ള 111 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 12 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 4 പേർക്ക് H1N1 പിടിപെട്ടു. ജില്ലയിലെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 28,711 പേരാണ് പനിബാധിതരായി എത്തിയത്. ഡെങ്കിപ്പനി ബാധയേറ്റതായുള്ള സംശയത്തെ തുടർന്ന് 111 പേർ ചികിത്സ തേടി. ഇതിൽ 12 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായി സ്ഥിരീകരിച്ചു. 3 പേർക്ക് എലിപ്പനിയും 4 പേർക്ക് ടൈഫോയിഡും ബാധിച്ചതായി കണ്ടെത്തി. 14 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും 18 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും പിടികൂടി. ജില്ലയിൽ ഇതുവരെ 4 പേർക്ക് H1N1 ബാധയേറ്റതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതിൽ മാങ്കുളം സ്വദേശിയായ ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചു. കുമാരമംഗലം, കുമളി, കാഞ്ചിയാർ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് H1N1 ബാധ സ്ഥിരീകരിച്ചത്. H1N1, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയുൾപ്പെടെയുള്ള പകർച്ചപ്പനികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പകർച്ചപ്പനി വർദ്ധിച്ചു വരുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പനിയും അനുബന്ധ അസുഖങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സ നടത്താതെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TR രേഖ പറഞ്ഞു. രാജ്യത്ത് കന്നുകാലി കശാപ്പ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ട് പ്രകാരമാണ് രാജ്യത്ത് വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമാകുന്ന ഉത്തരവിറക്കിയിരിക്കുന്നത്. നോമ്പുകാലം ആരംഭിക്കാനിരിക്കെയാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ്. കാള, പശു, പോത്ത്, ഒട്ടകം എന്നീ മൃഗങ്ങളാണ് നിരോധനത്തിന്റെ പട്ടികയിൽ വരുന്നത്. ഉത്തരവ് ഫലത്തിൽ രാജ്യത്ത് കന്നുകാലി കശാപ്പ് പൂർണ്ണമായും നിരോധിക്കുന്നതാണ്. കന്നുകാലികളുടെ വിൽപ്പനയ്ക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്നുകാലികളെ വിപണന കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ കശാപ്പ് ചെയ്യില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം. കന്നുകാലികളെ കാർഷിക ആവശ്യത്തിനല്ലാതെ സംസ്ഥാനാന്തര വിൽപ്പനയും പാടില്ല. സംസ്ഥാന അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ മാത്രമേ വിൽപ്പന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാവൂ എന്നും നിബന്ധനയിൽ പറയുന്നു. കന്നുകാലികളെ ബലി നൽകുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. അതേസമയം ഉത്തരവ് സംബന്ധിച്ച ചില അവ്യക്തതകളും നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് വ്യാപാരികൾക്കിടയിൽ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുന്നതോടെ മാംസവ്യാപാര മേഖലയിലുള്ളവരുടെ 10,000 കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകും. എന്നാൽ കന്നുകാലി കശാപ്പ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ RSS അജണ്ട നടപ്പിലാക്കുകയാണ്. കശാപ്പ് നിരോധിച്ചുള്ള വിജ്ഞാപനം രാജ്യത്തെ പൗരന്മാരുടെ ഭക്ഷണ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. ഇടുക്കിയിൽ മാത്രം 100 കണക്കിന് കുടുംബങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് പാളിയത്. ആദിവാസികൾ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇനിയും വൈദ്യുതി എത്തിക്കുന്നതിന് കഴിയാത്ത സാഹചര്യം നിലനിൽക്കെയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മനയത്തടം, മക്കുവള്ളി, കൈതപ്പാറ മേഖലകളിൽ മാത്രം 100-ൽ പരം കുടുംബങ്ങളിൽ ഇനിയും വൈദ്യുതിയില്ല. വനംവകുപ്പിന്റെ തടസ്സവാദമാണ് വൈദ്യുതി എത്തിക്കുന്നതിന് കഴിയാത്തതിന് കാരണമായത്. കൂടാതെ ഇടമലക്കുടിയിലും പൂർണ്ണത കൈവരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മണിയാശാൻ മന്ത്രിയായപ്പോൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു
മക്കൊള്ളി മനയത്തടം മേഖലയിലെ വാർഡ് മെമ്പർ എന്ന നിലയിലും അവിടുത്തെ ഒരു ആ പ്രദേശത്തെ താമസക്കാരൻ എന്ന നിലയിലൊക്കെ വലിയ ഒരു പ്രതീക്ഷ ബഹുമാനപ്പെട്ട മണിയാശാൻ മന്ത്രിയായി വന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും വൈദ്യുതീകരണം നൽകാത്ത തരത്തിൽ ആണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഖേദകരമാണ്. വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നിടത്ത് സൗരോർജ്ജ പദ്ധതി പോലും പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ഇനിയും കിട്ടാക്കനിയാണ്. വയനാട് ജില്ലയിൽ ചീരാൽ, കുടുക്കി, നന്ദ്യാർകുന്ന്, നെന്മേനിക്കുന്ന്, മുത്തങ്ങ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പടിക്ക് പുറത്തിരുത്തിയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നടത്തുന്നത്. ഈ മാസം ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ അവശേഷിക്കുന്നത് ആദിവാസി മേഖലകൾ കേരളത്തിന്റെ ഭാഗമല്ല എന്ന ചോദ്യമാണ്. റംസാൻ മാസത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഭക്തിയുടെ നിറവിൽ ഇസ്ലാം വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിശുദ്ധ റംസാൻ മാസത്തെ എതിരേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പള്ളികളും മദ്രസകളും ചായം പൂശി മനോഹരമാക്കുന്നതിനുള്ള തിരക്കിലാണ് വിശ്വാസികൾ. റംസാൻ മാസത്തെ നമസ്കാരമായ തറാവീഹിന് പള്ളികളിൽ പ്രത്യേക സൗകര്യവും ഒരുങ്ങിക്കഴിഞ്ഞു. നോമ്പു തുറക്കുന്നതിനും പള്ളികളിൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്കും രൂപം നൽകി. റംസാൻ മാസത്തിലെ മതപ്രഭാഷണങ്ങളും മതപഠന ക്ലാസുകളും നടത്തുന്നതിനുള്ള നടപടികളും പള്ളികളിൽ ആരംഭിച്ചു. റംസാനെ വരവേറ്റ് വിപണിയും സജീവമായി. റംസാൻ വിപണി ലക്ഷ്യമാക്കി വിവിധയിനം ഈത്തപ്പഴങ്ങളും ഡ്രൈ ഫ്രൂട്ടുകളും വിപണി കീഴടക്കി കഴിഞ്ഞു. നെടുങ്കണ്ടം കല്ലാർ പാലം ഈ മാസം 30-ന് യാത്രക്കാർക്കായി തുറന്നു നൽകും. പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. നെടുങ്കണ്ടം നിവാസികളുടെ ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് കുമളി മൂന്നാർ റോഡിൽ നെടുങ്കണ്ടം ടൗണിന്റെ 2 കിലോമീറ്റർ മുമ്പായി കല്ലാർ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം പൂർത്തിയാകുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിർമ്മിച്ച പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെ 3,63 ലക്ഷം രൂപ ചെലവിൽ 11.5 മീറ്റർ വീതിയിലും 47.5 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുകളോടും കൂടിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നതോടെ മേഖലയിലെ യാത്രാ ദുരിതത്തിന് വലിയ തോതിൽ പരിഹാരമാകും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലം അപകടാവസ്ഥയിൽ ആയതോടെയാണ് പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചത്. പുതിയ പാലം തുറന്നുകൊടുക്കുന്നതോടെ തേക്കടി, മൂന്നാർ മേഖലകളിൽ നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകും. പാലത്തിന്റെ ഉദ്ഘാടനം 30-ാം തീയതി രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണ യോഗം കല്ലാറിൽ നടന്നു. യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം, വൈസ് പ്രസിഡന്റ് റാണി തോമസ്, PN വിജയൻ, PK സദാശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PWD അധികൃതർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാർ കന്നിമല എസ്റ്റേറ്റ് തൊഴിലാളികൾ കടുവാഭീതിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. 8 മാസം ഗർഭിണിയായ പശുവാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വീടിനരികിൽ നിന്നിരുന്ന പശുവിനെയാണ് കടുവ കാടിനകത്തേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോയത്. വ്യാഴാഴ്ച രാവിലെയാണ് പശുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാട്ടിനകത്ത് നിന്നും കണ്ടെത്തിയത്. വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി പശുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പശുവിനെ കടിച്ചുകീറിയ നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4 പശുക്കളെയാണ് കടുവ വകവരുത്തിയത്. കന്നിമല എസ്റ്റേറ്റിലെ ടോപ്പ് ഡിവിഷനിൽ 2ഉം ലോവർ ഡിവിഷനിൽ 1 പശുവും കൊല്ലപ്പെട്ടിരുന്നു. மாடை காணும் எல்லாம் தேடி அலைஞ்சாச்சு. தேடி அலையும்போது மாடு கிடைக்கல. நேற்று சாயங்காலம் 6 மணி ஆகும்போது மாடை தேடி போகும்போது அந்த இடத்துல ஒரு புலி அடித்து ஒரு மாடு கிடந்தது. அதுக்கப்புறம் மாடு உடம்பசனை கூட்டுக்கொண்டு பார்த்துக்கிட்டு இருக்கிறாங்க. പശുക്കളെ കടുവ കൊല്ലുന്നത് പതിവാക്കിയതോടെ ഉപജീവന മാർഗത്തിനായി പശുവിനെ വളർത്തുന്നവർ ഭീതിയിലായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ റേഷൻ കടയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച 48 ചാക്ക് റേഷനരി പിടികൂടി. സംഭവത്തിൽ 6 പേരെയും റേഷനരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ സ്വദേശി നെച്ചേരിയിൽ രവി, പശ്ചിമല സ്വദേശികളായ സന്തോഷ് കുമാർ, പ്രസാദ്, കോട്ടയം വെള്ളൂർ സ്വദേശി ത്രയാട്ട് അഫ്സൽ, പത്തനംതിട്ട സ്വദേശി എഴുമറ്റൂർ രതീഷ് കുമാർ, മഞ്ചുമല സ്വദേശി ശിവകുമാർ എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ SI ബെജിത് ലാലും സംഘവും പിടികൂടിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. രവിയുടെ വീടിനോട് ചേർന്നുള്ള മുറിയിലെ രഹസ്യ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നും റേഷനരി കടത്തുന്നതായി SIക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അരി പിടികൂടിയത്. 48 ചാക്ക് അരിയിൽ 42 എണ്ണം പ്ലാസ്റ്റിക് ചാക്കിലും 6 എണ്ണം ചണച്ചാക്കിലുമായിരുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലെ വിപണികളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള അരിയാണ് ഇതെന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് CSDS എന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. CSDS സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പ് കുമളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ദളിത് സംഘടനകളിൽ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാണ് ചേരമസാംബോ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന CSDS. പരിവർത്തിത ദളിത് ക്രൈസ്തവരിൽ 95% CSDS അംഗങ്ങളാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. 25 മുതൽ 27 വരെ കുമളി ഹോളിഡേ ഹോമിൽ നടക്കുന്ന സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പിലാണ് സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഈ അവകാശവാദം ഉന്നയിച്ചത്. സമസ്ത മേഖലകളിലും നമുക്ക് മാത്രം അടിമത്വം സമ്മാനിക്കുന്ന ഒരു സവർണാധിപത്യ ഭരണ സംവിധാനം നാം കണ്ടുമടുത്ത ആളുകളാണ്. ഈ ഭരണ സംവിധാനങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിന് ശേഷം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിന് സമാനമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന CSDS ആണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും. 3 ദിവസത്തെ ക്യാമ്പിൽ നിയമപഠന കളരി, കുടുംബ ബജറ്റും വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ സെമിനാർ, ദളിത് പ്രശ്നങ്ങൾ, സംഭരണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ CSDSന്റെ പ്രസക്തി എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അംബേദ്കറിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ദളിത് ചിന്തകൻ സണ്ണി M കവിക്കാട് പ്രബന്ധം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ, ട്രഷറർ P ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുണമേന്മ കൊണ്ടും രുചി കൊണ്ടും പ്രസിദ്ധമായ മറയൂർ ശർക്കരയ്ക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. പേറ്റന്റ് ലഭിക്കുന്നതോടെ വ്യാപാര ചൂഷണം തടയാനാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ ഭൂമിയുടെയും സ്ഥലത്തിന്റെയും പ്രത്യേകത കൊണ്ട് ഗുണമേന്മ ലഭിക്കുന്ന മറയൂർ ശർക്കര ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ GI പാറ്റന്റ് നടപടികൾക്ക് തുക വകയിരുത്തിയിരുന്നു. ഗുണനിലവാരമുള്ള ശർക്കര പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വ്യാജ ശർക്കര കാരണം കർഷകർക്കുണ്ടാകുന്ന വിലത്തകർച്ച ഒഴിവാക്കുന്നതിനുമായാണ് GI രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചത്. കൃഷിമന്ത്രി മറയൂരിലെത്തി കർഷകരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാറ്റന്റ് നടപടിക്കായി കേരള കാർഷിക സർവകലാശാലയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മറയൂരിലെ കരിമ്പ് കൃഷിയുടെ വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കുകയും നിർമ്മാണ രീതികൾ ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തു. 8 മാസം നീണ്ട വിവരശേഖരണം പൂർത്തിയായി GI രജിസ്ട്രേഷൻ ചെന്നൈയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് മറയൂരിലെത്തി കർഷകരിൽ നിന്നും കർഷക സംഘങ്ങളിൽ നിന്നും നേരിട്ട് സാമ്പിളുകൾ ശേഖരിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിഭാഗം ആളുകളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമരപരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നാൽ ആ തരത്തിൽ നമുക്ക് സംഘടിപ്പിക്കാനും കൂടി കഴിയണം. അതോടൊപ്പം നിയമപരമായി നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, തൊഴിൽ സംരക്ഷിക്കുക, കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരത്തിൽ യൂണിയൻ പ്രസിഡന്റ് സെൽവത്തായി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കതുരൈ മുഖ്യപ്രഭാഷണം നടത്തി. ലിസി ബാബു, യൂണിയൻ നേതാക്കളായ MC മോഹനൻ, ബാബ, S രാജേന്ദ്രൻ, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. നിരവധി അംഗങ്ങൾ ധർണാ സമരത്തിൽ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് വാട്ടർ അതോറിറ്റി ജലം പാഴാക്കി കളയുന്നത്. മൂന്നാർ സൈലന്റ് വാലി റോഡിൽ മാത്രം 2 പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നത്. പാതയോരത്ത് കുടിവെള്ളം പാഴാകുന്നത് സംബന്ധിച്ച് നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കോട്ടേജുകൾ, ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നതാണ് കുടിവെള്ളം പാഴാകാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രത്യേക ഫണ്ടുകൾ സർക്കാർ വാട്ടർ അതോറിറ്റികൾക്ക് നൽകുന്നുണ്ടെങ്കിലും പണം തിരിമറി നടത്തുന്നതായി ആക്ഷേപമുണ്ട്. சார் இருக்கு. இப்போ உள்ள நிலைமைக்கு பார்த்தீங்கன்னா மூணாரில் குடிக்கிறதுக்கு தண்ணி இல்லை. ரொம்ப கம்ப்ளைண்ட் பண்ணி யாருமே ஒரு ரெஸ்பான்ஸ் கிடையாது. தண்ணி இந்த பைப்பு உடஞ்சி போயிட்டு இருக்கு. பைப்பு உடஞ்சி போயிட்டு இருக்கு. கம்ப்ளைண்ட் பண்ணி யார் நடவடிக்கை எடுக்க மாட்டேங்கிறாங்க. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുതോണിയിൽ ഈ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ കുറേയേറെ കാലമായി നിൽക്കുക. കോടതി വ്യവഹാരങ്ങളായി, സർക്കാരിൻ്റെ ഉത്തരവുകളായി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പതിനതിന് പെരനമ്പർ കിട്ടത്തില്ല. വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ ചെറുതോണിയിലെ വ്യാപാരി സമൂഹം നേരിടുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായ പരിശ്രമമാണ്
കഴിഞ്ഞ കുറേയേറെ കാലമായി വ്യാപാരി സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ചെറുതോണി വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ കുന്നേൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകി. മുൻ പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും ഫോട്ടോ അനാച്ഛാദന കർമ്മവും ചടങ്ങിൽ നടന്നു. തുടർന്ന് നടന്ന പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിനു പി തോമസ് പ്രസിഡന്റായും NJ വർഗീസ് ജനറൽ സെക്രട്ടറിയായും വിജയിച്ചു. 12 വർഷം തുടർച്ചയായി പ്രസിഡന്റ് സ്ഥാനം കൈയാളിയിരുന്ന സാജൻ കുന്നേലിനെ വാശിയേറെ മത്സരത്തിനൊടുവിലാണ് വിനു പി തോമസ് പരാജയപ്പെടുത്തിയത്. യൂത്ത് വിംഗിന്റെ മുൻ പ്രസിഡന്റായിരുന്ന വിനുവിന്റെ കർമ്മനിരതമായ പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിൽ. നിരവധി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ വിശ്വപ്രസിദ്ധമായ ചണ്ഡിക ഹോമം ഈ മാസം 28-ന് നടക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ചണ്ഡിക വിഷ്ണു നാരായണ ശർമ്മ ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മധ്യകേരളത്തിൽ ആദ്യമായാണ് അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് വിശ്വപ്രസിദ്ധമായ ചണ്ഡിക ഹോമം നടക്കുന്നത്. സർവദോഷ പരിഹാരാർത്ഥമായിട്ടാണ് ചണ്ഡിക ഹോമം നടത്തുന്നത്. ദേവീ സ്വരൂപമായ ദേവീ മഹാത്മ്യ ഗ്രന്ഥമാണ് ചണ്ഡിക ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ഹോമത്തിന്റെ തലേദിവസം പ്രാസാദശുദ്ധി, വാസ്തുഹോമം, രക്ഷോഗ്നഹോമം, വാസ്തുബലി, അസ്ത്രകലശപൂജ തുടങ്ങിയവ നടത്തി മണ്ഡപം ശുദ്ധി വരുത്തും. പിറ്റേന്ന് അരുണോദയത്തിൽ ഷോഡശദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചണ്ഡിക ഹോമത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഗുരു, ഗണപതി, വിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, അഷ്ടദിക് പാലകൻ, 12 രാശികൾ, നവഗ്രഹങ്ങൾ, 27 നക്ഷത്രങ്ങൾ തുടങ്ങിയവരുടെ പൂജകളും നടക്കും. മധ്യകേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് 2017 മെയ് മാസം 28-ാം തീയതി വിശ്വപ്രസിദ്ധമായ ചണ്ഡികാഹോമം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ചണ്ഡിക വിഷ്ണു നാരായണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. ഹോമത്തിനു ശേഷം വൈകിട്ട് നടക്കുന്ന നാരീപൂജയിൽ സിനിമാ താരം കവിയൂർ പൊന്നമ്മയെ പ്രത്യക്ഷ ചണ്ഡികയായി പൂജിക്കും. മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്ന പലതരത്തിലുള്ള പൂജാഹോമ വിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രശസ്തരായ ഋത്വിക്കുകളും ശിവയോഗിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ചണ്ഡിക വിഷ്ണു നാരായണ ശർമ്മ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് TR ഗോപാലകൃഷ്ണൻ നായർ, അജികുമാർ, ശിവരാമൻ ചെട്ടിയാർ, ഷനോജ് TD, N ദിനേശൻ, N ആണ്ടവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി പ്രഭാത സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വസ്തയോടുകൂടി നിലനിർത്തി പോരാൻ കഴിയുന്ന സഹകരണ മേഖല, പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വിശ്വസ്തതയുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. ആ അധ്യാപകരുടെ മേൽനോട്ടവും അവരുടെ കൂട്ടായ്മയും ഏതാണ്ട് 3000 വരുന്ന അധ്യാപകരും അതോടൊപ്പം തന്നെ ഇതര രീതിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതും എല്ലാം സമീകരിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ സഹകരണ രംഗത്തെ ശക്തമായ ഒരു സ്ഥാപനത്തിന് കട്ടപ്പനയിലെ നല്ല നിലയിൽ പ്രവർത്തനം നടത്തി വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ച് ആരംഭിക്കുവാനായിട്ട് സാധിക്കും. കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രാവിലെ 8 മുതൽ രാത്രി 9 വരെ എല്ലാവിധ ബാങ്കിംഗ് ഇടപാടുകളും നടത്താൻ കഴിയുന്ന വിധം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രഭാത സായാഹ്ന ശാഖയാണ് ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പന TV ജംഗ്ഷനിലുള്ള ബാങ്കിന്റെ തന്നെ അനക്സ് ബിൽഡിംഗിന്റെ 1ാം നിലയിലാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 1970-ൽ കട്ടപ്പന ആസ്ഥാനമായി ടീച്ചേഴ്സ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ എയ്ഡഡ് സ്കൂൾ കോളേജുകളിലെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 3000-ഓളം A ക്ലാസ് അംഗങ്ങൾ സംഘത്തിലുണ്ട്. കൂടാതെ 4000-ൽ പരം B ക്ലാസ് അംഗങ്ങളും സംഘത്തിൽ പ്രവർത്തിക്കുന്നു. ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സൊസൈറ്റിക്ക് കട്ടപ്പനയിലെ ഹെഡ് ഓഫീസ് കൂടാതെ കരിമ്പനിലും കട്ടപ്പന പ്രഭാത സായാഹ്ന ശാഖ ഉൾപ്പെടെ 2 ബ്രാഞ്ചുകളുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് VD എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വായ്പാ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി നിർവഹിച്ചു. അഡ്വക്കേറ്റ് EM അഗസ്തി, ജോയി വെട്ടിക്കുഴി, KA ഹമീദ്, ഷേർലി S, PM സോമൻ, അഡ്വക്കേറ്റ് MK തോമസ്, CK മോഹനൻ എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സൊസൈറ്റി മുൻ പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, വിവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ശാഖയിൽ നിന്നും പൊതുജനങ്ങൾക്ക് സ്വർണ്ണപ്പണയ വായ്പ, നിരവധി ഡിപ്പോസിറ്റ് സ്കീമുകൾ, പല സ്ഥലങ്ങളിലുള്ള MDS ഉൾപ്പെടെയുള്ള ബാങ്കിംഗ് ഇടപാടുകൾ ഇനി മുതൽ പ്രഭാത സായാഹ്നം ശാഖയിലൂടെ നടത്താൻ സാധിക്കും. സൊസൈറ്റിയുടെ പ്രവർത്തന ചരിത്രത്തിൽ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ ആളുകൾക്കും
ഏറ്റവും സൗകര്യപ്രദമായ ബാങ്കിംഗ് ഇടപാടുകൾക്ക് ഉതകുന്നതാണ് പുതിയ പ്രഭാത സായാഹ്ന ശാഖ. ഉദ്ഘാടനത്തിന് ശേഷം സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും അനുമോദന യോഗവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് തല വികസന സെമിനാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ത്രം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ അധ്യക്ഷത വഹിച്ചു. BDO KC രാജു പദ്ധതി വിശദീകരിച്ചു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെയും 2017-2018 വാർഷിക പദ്ധതിയുടെയും കരട് പദ്ധതിരേഖ സെമിനാറിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി പനച്ചിക്കൽ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ J. ഉദയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പ്ലാനിംഗ് കോർഡിനേറ്റർ NE നാദിർഷ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. കഴിഞ്ഞ ഒരു മാസമായി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ക്യാമ്പ് നടന്നത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയും ടൗൺ സ്റ്റാർ ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. 80ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെയായിരുന്നു ക്യാമ്പ്. 34 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം കൗൺസിലർ ജോയ് വെട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോതമംഗലത്തെയും എറണാകുളത്തെയും ഒക്കെ സ്കൂളുകളെടുത്ത് പരിശോധിച്ചാൽ അവിടെയുള്ള കായിക താരങ്ങളൊക്കെ ഹൈ റേഞ്ചിൽ നിന്നും ഉള്ളവരാണ്. അപ്പോൾ ഹൈ റേഞ്ചിൽ ഉള്ള ആളുകൾക്ക് നന്നായി പരിശീലനം ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം, അതിനുള്ള സാഹചര്യം കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കട്ടപ്പനയിലെ ഒരു വലിയ നമ്മുടെ സ്കൂളിൻ്റെ ഈ സൗകര്യം മാത്രം പോരാ, നമുക്ക് ഒരു വലിയ 400ൻ്റെ ഒരു സ്റ്റേഡിയം നമുക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സിന്തറ്റിക് ട്രാക്ക് അതിനകത്ത് ഉണ്ടാവുകയും നമുക്കൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടത് കട്ടപ്പനയുടെ കായികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനത്തോട് അധ്യക്ഷത വഹിച്ചു. PK രാമകൃഷ്ണൻ, TS ബേബി, ബെന്നി മാത്യു, റോബിൻസ് ജോർജ്, ഷാജി ഈഴക്കുന്നേൽ, തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനത്തിന്റെ ഭാഗമായി കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ഡയാന ക്ലാസ് നയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കായി തുടർ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകം അരങ്ങേറി. വൊസാഡിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൊസാഡിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സന്ദേശ തെരുവ് നാടകം വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ഉണരൂ യുവത്വമേ, ഉണരൂ സമൂഹമേ, ഓരോ തരി മണ്ണും ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ്, സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് നാടകം അവതരിപ്പിച്ചത്. വൊസാഡ് KKS പ്രോജക്റ്റും കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളാണ് നാടകം അവതരിപ്പിച്ചത്. വൊസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ട്രീറ്റ് പ്ലേ ഇവിടെ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ കോളേജുകളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന MS സ്റ്റുഡൻസ് പ്രൊഫഷണൽ രീതിയിൽ അവരെ സ്ട്രീറ്റ് പ്ലേ നടത്തുന്നു. ഷിൻസ് തോമസ്, ജോയി ആനിത്തോട്ടം, വൊസാഡ് അഡ്മിനിസ്ട്രേറ്റർ സുരേഷ്, ജയകൃഷ്ണൻ, ജോർജ് തോമസ്, വൊസാഡ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണം ആരംഭിച്ച് 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജകുമാരി മഞ്ഞക്കുഴി റോഡിന് ശാപമോക്ഷം. റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് റോഡിന്റെ 3.5 കിലോമീറ്റർ ടാറിംഗ് ജോലികൾ പുരോഗമിക്കുന്നത്. കാൽനടയാത്രയ്ക്ക് പോലും വഴിയില്ലാതെ ദുരിതദ്വീപിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞ മഞ്ഞക്കുഴി നിവാസികൾ ഗത്യന്തരമില്ലാതെ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ 16-നകം നിർമ്മാണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടെങ്കിലും അതുണ്ടായില്ല. ഹൈക്കോടതി വിധിക്ക് ശേഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാണ് നിർമ്മാണം അല്പമെങ്കിലും വേഗത്തിലായത്. 2010 ആരംഭിച്ച മഞ്ഞക്കുഴി രാജകുമാരി നോർത്ത് റോഡിന്റെ പണി ഏകദേശം അതിന്റെ
3.5 കിലോമീറ്ററോളം ഉള്ള റോഡിൻ്റെ 1 കിലോമീറ്റർ 800 മീറ്ററിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. മഞ്ഞക്കുഴി നിവാസികളുടെ വർഷങ്ങളായിട്ടുള്ള ആ ആഗ്രഹം കഷ്ടപ്പാടിന് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുകയാണ്. രാജകുമാരി പഞ്ചായത്തിലെ ഏക ആദിവാസി ഗ്രാമമായ മഞ്ഞക്കുഴി മുതുവാക്കുടിയിലേക്ക് രാജകുമാരി നോർത്തിൽ നിന്നുള്ള 3.5 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 1,80,00,000 രൂപയ്ക്കാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും എറണാകുളം സ്വദേശിയായ കരാറുകാരൻ 2011 കരാറെടുക്കുന്നത്. ഈ റോഡിന്റെ 3/4 ഭാഗത്തോളം മുമ്പ് ടാർ ചെയ്തതായിരുന്നു. കരാറുകാരൻ ആദ്യം ചെയ്തത് ഈ ടാറിംഗ് കുത്തിപ്പൊളിക്കുകയായിരുന്നു. അതോടെ പ്രദേശത്തെ 200-ലധികം കുടുംബങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര ദുർഘടം നിറഞ്ഞതായി. മുതുവാക്കുടിയിൽ നിന്നുള്ള 20ഓളം വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചതിന്റെ കാരണവും കാൽനട യാത്ര പോലും വയ്യാത്ത ഈ റോഡിന്റെ അവസ്ഥ മൂലമാണ്. റോഡിന്റെ നിർമ്മാണം നിലച്ചതിനാൽ നാട്ടുകാർ ആലുവയിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലും നെടുങ്കണ്ടത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിലും സമരം ചെയ്തെങ്കിലും റോഡിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം നാട്ടുകാരെ കൈയൊഴിഞ്ഞു. തുടർന്ന് എംപിക്കും MLAയ്ക്കും ഇതര ജനപ്രതിനിധികൾക്കും നിരവധി തവണ നാട്ടുകാർ നിവേദനങ്ങളും നൽകി. ഇതിനുശേഷം കരാറുകാരൻ സ്വയം മുൻകൈയെടുത്ത് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ യാത്രയപ്പ് സമ്മേളനം നടന്നു. റോഷി അഗസ്റ്റിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1970 കട്ടപ്പനയിൽ ആരംഭിച്ച ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ 3000-ൽ പരം A ക്ലാസ് അംഗങ്ങളും 4000 B ക്ലാസ് അംഗങ്ങളുമാണുള്ളത്. കഴിഞ്ഞ 30 വർഷക്കാലമായി സൊസൈറ്റിയിൽ ചീഫ് അക്കൌണ്ടന്റായി സേവനം ചെയ്തിരുന്ന OA തോമസിനാണ് യാത്രയപ്പ് നൽകിയത്. യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് VD എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജേക്കബ്, KJ വർക്കി, CV സ്കറിയ, PM ജോസഫ്, ടോമി കൂത്രപ്പള്ളി, KJ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അവാർഡ് ജേതാക്കളായ 9 പേർക്കും സർവീസിൽ നിന്ന് വിരമിച്ച 49 അധ്യാപകർക്കും യോഗത്തിൽ ഉപഹാരവും നൽകി ആദരിച്ചു. കാഞ്ചിയാർ നെരിയമ്പാറ അംഗൻവാടിയിൽ വാർഷികവും പ്രവേശനോത്സവവും നടന്നു. നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി കൊണ്ട് കുട്ടികളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതുപോലെ അമ്മമാർക്ക്, ഗർഭിണികളായ സ്ത്രീകൾക്ക്, ഇവർക്ക് എല്ലാവർക്കും വേണ്ട പരിചരണങ്ങൾ കൊടുക്കുവാനായിട്ട് സർക്കാർ കണ്ടിരിക്കുന്ന വേദിയാണ് അംഗൻവാടി. അപ്പോൾ അംഗൻവാടികൾ കുട്ടികൾ കൂടി മാത്രമല്ല അമ്മമാരിൽ കൂടിയും ഇവിടുത്തെ സ്ത്രീജനങ്ങൾ കൂടിയുമെല്ലാം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ നരിയമ്പാറയിൽ പ്രവർത്തിക്കുന്ന 116 നമ്പർ അംഗൻവാടിയുടെ 27ാമത് വാർഷികാഘോഷവും പ്രവേശനോത്സവവുമാണ് നടന്നത്. നരിയമ്പാറ MMHS മാസ്റ്റർ K പത്മകുമാർ ഭദ്രദീപം തെളിയിച്ചു. കട്ടപ്പന എക്സൈസ് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അബ്ദുൽ സലാം വിമുക്തി ബോധവൽക്കരണ സെമിനാർ നയിച്ചു. അംഗൻവാടി ടീച്ചർ വത്സമ K, കൌൺസിലർ സോണിയ, ആശാ വർക്കർ ആൻസി മാത്യു, ഹെൽപ്പർ മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി അറിയിപ്പുകൾ. കട്ടപ്പന ആനകുത്തി അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 29-ന് നടക്കും. വാർഡ് കൌൺസിലർ ബീന വിനോദിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, ICDS അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് 28-ന് കട്ടപ്പന വൊസാഡ് ഓഫീസിൽ നടക്കും. വൊസാഡും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും RCC തിരുവനന്തപുരവും അമിറ്റി SHGയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 8 മണി മുതലാണ് ക്യാമ്പ് നടക്കുന്നത്. ഇടുക്കി ജില്ലാ വിശ്വകർമ്മ സമിതി 3ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും 28-ാം തീയതി കട്ടപ്പന ഹിൽസൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമിതി പ്രസിഡന്റ് PM പ്രഭ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പൊന്മുടി വനമേഖലയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിനു വേണ്ടി യുവാക്കളുടെ കൂട്ടായ്മ.
പൊന്മുടി ചേലച്ചുവട് നിവാസികളായ ഒരുപറ്റം ചെറുപ്പക്കാരാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകി പൊന്മുടിയുടെ സംരക്ഷകരായി എത്തിയിരിക്കുന്നത്. പ്രകൃതി മനോഹാരിതയുടെ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് പൊന്മുടി. അതുകൊണ്ട് തന്നെ സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണ് ഇവിടം. എന്നാൽ വിനോദസഞ്ചാരികളുടെ കടന്നുവരവ് വൻതോതിൽ വർദ്ധിച്ചതോടെ ജൈവസമ്പത്തിനും വന്യമൃഗങ്ങൾക്കും ഭീഷണിയായി വൻതോതിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകി പൊന്മുടിയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രദേശവാസികളായ യുവാക്കൾ രംഗത്തെത്തിയത്. ടൂറിസത്തിന്റെ സാധ്യത ഏറെ പ്രയോജനപ്പെടുമ്പോൾ പ്രകൃതിയുടെ തനിമ നിലനിർത്തുക കൂടി വേണമെന്നും ആശുപത്രി മാലിന്യങ്ങളടക്കം വലിച്ചെറിയുന്ന നടപടി നേരിൽ കണ്ടാൽ ഇവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യുവജന കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട്ടിലുള്ള പല ഹോസ്പിറ്റലുകളും അവരുടെ ഹോസ്പിറ്റൽ മെറ്റീരിയൽസുമാണ് കൂടുതലും അവിടെ ഈ തൂക്കോലം മേഖലയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പം ഇനി അതുപോലുള്ള എന്തെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അതിന് ശക്തമായി പ്രതികരിക്കുമെന്ന്. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകി യുവാക്കൾ രംഗത്തെത്തിയപ്പോൾ ഇവർക്ക് പിന്തുണയുമായി ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും രംഗത്തെത്തി. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകൾക്കും മാതൃകയാവുന്ന പ്രവർത്തനമാണ് യുവാക്കളുടേതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ പറഞ്ഞു. ഈ പരിസരത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിന് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ്. അവരുടെ ഈ ഉദ്യമം തുടർന്നും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം അംഗൻവാടി ഓഡിറ്റോറിയത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു. വാർഡ് മെമ്പർ ടീന രാജൻ, രാജാക്കാട് CHC ഹെൽത്ത് സൂപ്പർവൈസർ KJ സെബാസ്റ്റ്യൻ, ആശാപ്രവർത്തക റോസ്ലി ബേബി എന്നിവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലക്ക ലേലവിവരം. ആകെ ലോട്ട് 81, വിൽപ്പനയ്ക്ക് വന്നത് 13,202, വിൽപ്പന നടന്നത് 13,048, കൂടിയ വില 1,019, ശരാശരി വില 772. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടിയത് 900, ശരാശരി 780. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ, ഗ്രാമ്പു 550 രൂപ, കൊക്കോ 35 രൂപ, റബ്ബർ 120 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,720 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കി ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കൂടുന്നു. 12 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 4 പേർക്ക് H1N1 പിടിപെട്ടു. രാജ്യത്ത് കന്നുകാലി കശാപ്പ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിനെതിരെ നിയമവശങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. സർക്കാർ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന് ഒരുങ്ങുമ്പോഴും ഇടുക്കിയിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനി. റംസാൻ മാസത്തെ വരവേറ്റ് നാടും നഗരവും. ഭക്തിയുടെ നിറവിൽ ഇസ്ലാം വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക നോമ്പ് നിസ്കാരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.